എല്ലാ മക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്ന ആക്ടിവിറ്റീസ് നോക്കാം. വേൾഡ് ഓഫ് വേർഡ്സ്. ക്രൗൺ കിരീടം. ഫ്രാഗ്രൻറ്റ് ഫ്ലവർ മണമുള്ള പൂവ്. ഗ്ലിൻഡിങ് ലൈറ്റ് തിളങ്ങുന്ന ലൈറ്റ്. ഗ്രൈൻഡിങ് ടീത്ത് പല്ല് നെരിച്ചുകൊണ്ടിരിക്കുക. ജിംഗ്ലിംഗ് ബെൽസ് കുലുങ്ങുന്ന മണികൾ. മെർമെയ്ഡ് മത്സ്യകന്യക. സിപ്പിംഗ് വലിച്ചു കുടിക്കുക. ക്ലോസ് ഷാർപ്പ് പോയിൻറ്റഡ് നെയിൽസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് നഖങ്ങൾ. ഡീപ്പ് ഫാർ ഡൗൺ ആഴത്തിൽ. ഡെലീഷ്യസ് വെരി ടേസ്റ്റി നല്ല രുചിയുള്ള. ഡ്രൈവ് എവേ മേക്ക് സംവൺ ഓർ സംതിങ് ഗോ എവേ ഓടിക്കുക. ഡം ടു പുട്ട് തള്ളുക. ഫ്ലോട്ട് ടു മൂവ് ഓൺ വാട്ടർ വിത്തൗട്ട് ഡ്രൗണിങ് മുങ്ങാതെ വെള്ളത്തിൽ പൊങ്ങിക്കൊണ്ട് സഞ്ചരിക്കുക. ഫ്രാഗ്രൻറ്റ് ഹാവിങ് എ സ്വീറ്റ് സ്മെൽ നല്ല മണം. ഗ്രേറ്റ്ഫുൾ താങ്ക്ഫുൾ നന്ദിയോടെ. ഗ്ലിൻഡിങ് സ്പാർക്ലിംഗ് ഓഫ് ലൈറ്റ് തിളങ്ങുന്ന ലൈറ്റ്. ഗൾ ടു സ്വാളോ കിക്കിലി വിഴുങ്ങുക പെട്ടെന്ന് വിഴുങ്ങുക. ജിങ്കിൾ ടു മേക്ക് എ ലൈറ്റ് റിംഗിങ് സൗണ്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ബെൽസ് ജിങ്കിൾ കിളുങ്ങുക. സ്വിഷ് ടു മൂവ് ക്വിക്കിലി വിത്ത് എ സ്വിഷിംഗ് സൗണ്ട് സ്പീഡിൽ ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് സ്പീഡിൽ സഞ്ചരിക്കുക. ട്രംബിൾ ടു ഷെയ്ക്ക് വിത്ത് ഫിയർ ഭയം കൊണ്ട് വിറയ്ക്കുക. ട്രിക്കിൾ ഫ്ലോ ഇൻ എ സ്മോൾ സ്ട്രീം മെല്ലെ ഒഴുകുക. ആക്ടിവിറ്റി 1 ദ പിക്ചേഴ്സ് ഓഫ് ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൺ ബിലോ. ജൂലിയയുടെ ഫ്രണ്ട്സിൻ്റെ പിക്ചേഴ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ കോളംസ്. നിങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ നെയിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പിക്ചറിന് സ്യൂട്ടായ വേർഡ്സ് നെയിംസ് ഏതാണോ അത് താഴെയുള്ള ബോക്സിൽ കണ്ടെത്തി എഴുതി ചേർക്കുക. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വെയിലല്ലേ, തിമിംഗലം. നെക്സ്റ്റ് സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, മാക്രൽ, പ്രോൺ, ക്രാബ്, ഒക്ടോപ്പസ്, ഷാർക്ക്. ഓക്കെ. ആക്ടിവിറ്റി 2 സം വേർഡ്സ് ആർ ഗിവൺ ബിലോ ക്ലാസിഫൈ ദം ഇൻറ്റു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. കുറച്ച് വേർഡ്സ് താഴെ കൊടുത്തിരിക്കുന്നു. അതിനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക. ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരുകൾ ഇതിലില്ലാത്ത പേരുകൾ കൂടി ആഡ് ചെയ്യുക. ഫ്രൂട്ട്സിൽ പോംഗ്രാനൈറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. വെജിറ്റബിളിൽ ക്യാരറ്റും എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ബ്രൊക്കോളി വെജിറ്റബിൾ ആണ്. ഒരു കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾ ആണ് കേട്ടോ. ആപ്പിൾ ഫ്രൂട്ട്, ഗ്രേപ്സ് ഫ്രൂട്ട്, ക്യാരറ്റ് വെജിറ്റബിൾ, പൊട്ടറ്റോ വെജിറ്റബിൾ, പൊട്ടറ്റോ അറിയാലോ, ഉരുളക്കിഴങ്ങ്. കുക്കുംബർ വെജിറ്റബിൾ, വെള്ളരി. സ്ട്രോബെറി ഫ്രൂട്ടാണ്. പൈനാപ്പിൾ ഫ്രൂട്ടാണ്. കോളിഫ്ലവർ വെജിറ്റബിൾ. അവോക്കാഡോ ഒരു ഫ്രൂട്ടാണ്, ഒരു അമേരിക്കൻ ഫ്രൂട്ടാണ്. വാട്ടർമെലോൺ ഫ്രൂട്ട്. ബീൻസ് വെജിറ്റബിൾ, പീസ് വെജിറ്റബിൾ, പയർ. റാഡിഷ് വെജിറ്റബിൾ, ബ്ലൂബെറി ഫ്രൂട്ട്, കിവി ഫ്രൂട്ട്, പപ്പായ ഫ്രൂട്ട്, ക്യാബേജ് വെജിറ്റബിൾ, പ്ലം ഫ്രൂട്ട്, പിയർ ഫ്രൂട്ട്, ബീട്രൂട്ട് വെജിറ്റബിൾ, ലേഡീസ് ഫിംഗർ വെണ്ടക്ക വെജിറ്റബിൾ, സ്പിനാച്ച് ചീര വെജിറ്റബിളാണ്. ടൊമാറ്റോ തക്കാളി വെജിറ്റബിളാണ്. ഓറഞ്ച് ഫ്രൂട്ടാണ്. ചെറി ഫ്രൂട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സാലഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ്. വെജിറ്റബിൾ സാലഡ് തയ്യാറാക്കുന്ന വിധമാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. റീഡ് ഇറ്റ്. നിങ്ങൾ വായിച്ച് നോക്കിയേ. നോക്കാം. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൺ റോ. നമ്മൾ പച്ചയായിട്ട് കഴിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ക്യാരറ്റ്, കക്കിരി, ഉള്ളി, തക്കാളി, ഇതൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. തൊലി കളയേണ്ടതായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് മാത്രം തൊലി കളയുക. ചോപ്പ് ദം ഇൻറ്റു പീസസ്. കഷ്ണങ്ങളാക്കുക. പുട്ട് ദം ഇൻറ്റു എ ബൗൾ. ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ. ഒരു നുള്ള് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുക. ദ സാലഡ് ഈസ് റെഡി. സാലഡ് റെഡിയായി അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സലാഡ്. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സലാഡ്? നിങ്ങൾ ഫ്രൂട്ട് സലാഡ് ഇതുപോലെ എങ്ങനെ തയ്യാറാക്കാം എന്ന് നിങ്ങൾ താഴെ എഴുതി ചേർക്കുക. മൈ റെസിപ്പി. എങ്ങനെ തയ്യാറാക്കാം? ടേക്ക് സം ഫ്രൂട്ട്സ് സച്ച് ആസ് ആപ്പിൾ, ബനാന, ഗ്രേപ്സ്, പൈനാപ്പിൾ, പോംഗ്രാനൈറ്റ് എക്സെട്ര. വാഷ് ദം കഴുകുക. പീൽ ദെയർ സ്കിൻ ഇഫ് നീഡഡ്. തൊലി കളയേണ്ടതായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മാത്രം തൊലി കളയുക. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്. ചെറിയ കഷ്ണങ്ങളാക്കുക. പുട്ട് ദം ഇൻറ്റു എ ബൗൾ. ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആഡ് ഐസ്ക്രീം ആൻഡ് കസ്റ്റാർഡ് മിക്സ് ഇൻറ്റു ഇറ്റ് ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ കുറച്ച് ഐസ്ക്രീമും കസ്റ്റാർഡ് മിക്സും ചേർത്ത് കൊടുക്കുക. മിക്സ് വെൽ. നന്നായി ഇളക്കുക. ദ ഫ്രൂട്ട് സലാഡ് ഈസ് റെഡി. ഫ്രൂട്ട് സലാഡ് തയ്യാറായി അല്ലേ? 4 ഒബ്സർവ് ദ പിക്ചർ. ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ.
താഴെയുള്ള പിക്ചർ നോക്കുക, എന്നിട്ട് അതിൽ ഫ്രൂട്ട്സ് ഏതാണോ വെജിറ്റബിൾസ് ഏതാണോ എന്നുള്ളത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതി ചേർക്കുക. നോക്കാമല്ലേ? ആ ഷോപ്പിൽ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഉള്ളത്? വാട്ടർമെലോൺ ഫ്രൂട്ടാണ്, പിന്നെ ജാക്ക് ഫ്രൂട്ട് ഉണ്ടല്ലേ ഇതിൻ്റെ താഴെ, ബനാന, ഓറഞ്ച്, ഗ്വാവ, പൈനാപ്പിൾ, മാംഗോ, ബ്ലൂബെറി, കസ്റ്റാർഡ് ആപ്പിൾ, സീതാപ്പഴം. ഇനി വെജിറ്റബിൾസ് വരുന്നത് ഏതൊക്കെയാണുള്ളത്? സ്പിനാച്ച് ഉണ്ട്, ചീര അല്ലേ, പംകിൻ, മത്തൻ കാണുന്നുണ്ട്. നെക്സ്റ്റ് പൊട്ടറ്റോ ഉണ്ട്, ടൊമാറ്റോ, ബിറ്റർ ഗോഡ് കയ്പയുണ്ട്, യാം, ചേന, ക്യാരറ്റ്, ക്യാബേജ്, സ്നേക്ക് പടവലം, ടപ്പിയോക്ക, മരച്ചീനി. പിന്നെന്താണ് നിങ്ങൾ കാണുന്നത്? അതവിടെ എഴുതി ചേർക്കുക കേട്ടോ, വെജിറ്റബിൾസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, പ്രിപ്പയർ ആൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വാരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഡിഫറൻറ്റ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പിക്ചേഴ്സ്, ചിത്രങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ ഒരു ആൽബം തയ്യാറാക്കുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, റീറൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ഗിവൺ ഫോമാറ്റ്. അവിടെ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് അവിടെ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുക. എ മർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. ഈ സെൻറ്റൻസിനെ എന്ത് ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്? എ മർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ എന്നാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് അപ്പിയേഴ്സ് എന്നുള്ള വെർബ് അപ്പിയേർഡ് എന്നാക്കി. അപ്പിയേഴ്സ് എന്നുള്ളത് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ്, അപ്പിയേർഡ് പാസ്റ്റ് ഫോം. അപ്പിയേഴ്സ് എന്നാൽ പ്രത്യക്ഷപ്പെടുന്നു, അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് ഒരു മത്സ്യകന്യക മനോഹരമായ വേഷത്തിൽ ജനലിനരികിൽ പ്രത്യക്ഷപ്പെടുന്നു. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ മീനിങ് ഒരു മത്സ്യകന്യക മനോഹരമായ വേഷത്തിൽ ജനലിനരികിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന 5 സെൻറ്റൻസും മാറ്റി എഴുതുക. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് ഗ്ലിൻഡിങ് ലൈറ്റ്സ് കൊണ്ടുവരുന്നു. ബ്രിങ്സ് ആണ് വെർബ്. അപ്പോൾ ബ്രിങ്സ് എന്നുള്ള വെർബ് മാറ്റിയിട്ട് അതിൻ്റെ പാസ്റ്റ് ഫോം ബ്രോട്ട്, BROUGHT, ബ്രോട്ട് എന്നാക്കി മാറ്റി എഴുതുക. അപ്പോൾ സെൻറ്റൻസ് നമ്മൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് തിളങ്ങുന്ന ലൈറ്റ് കൊണ്ടുവന്നു. നെക്സ്റ്റ് ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലം കിലുങ്ങുന്ന വളകളുമായി വരുന്നു. കം എന്നുള്ള വെർബ് മാറ്റിയിട്ട് കമ്മിൻ്റെ പാസ്റ്റ് ഫോം കെയിം, CAME, കെയിം, വന്നു. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ മാറ്റി എഴുതാം? ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലം കിലുങ്ങുന്ന വളകളുമായി വന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് മണമുള്ള പൂക്കൾ കൊണ്ടുവരുന്നു. ക്യാരി എന്നുള്ള വെർബ് മാറ്റിയിട്ട് എന്താക്കി എഴുതാം? ക്യാരീഡ്, CARRIED, കൊണ്ടുവന്നു. സെൻറ്റൻസ് എങ്ങനെ മാറ്റി എഴുതാം? ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് മണമുള്ള പൂക്കൾ കൊണ്ടുവന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് ജൂലിയ സ്മൈൽസ്. സ്മൈൽസ് എന്നുള്ള വെർബ് മാറ്റിയിട്ട് സ്മൈൽഡ്, പുഞ്ചിരിച്ചു, സ്മൈൽഡ്. ജൂലിയ സ്മൈൽഡ്, ജൂലിയ പുഞ്ചിരിച്ചു. നെക്സ്റ്റ് സെൻറ്റൻസ് ദ പാർട്ടി ബിഗിൻസ്. ദ പാർട്ടി ബിഗിൻസ് എന്നുള്ള വെർബ് മാറ്റിയിട്ട് ബിഗിൻസിൻ്റെ പാസ്റ്റ് ഫോം ബിഗാൻ, BEGAN, ബിഗാൻ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ മാറ്റി എഴുതാം? ദ പാർട്ടി ബിഗാൻ, പാർട്ടി തുടങ്ങി. ഓക്കെ. 7, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദ വേർഡ്സ് അണ്ടർലൈൻ ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? ഇനി നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഡാഷിന് മാച്ചായ വേർഡ്സ് നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ഫസ്റ്റിൽ നമുക്ക് കൊടുത്ത വേർഡ്സ് നോക്കാം. എ ഫിഷ്, മത്സ്യം. മത്സ്യങ്ങളുടെ കൂട്ടത്തെ എന്താണ് സൂചിപ്പിക്കുന്നത്? സ്കൂൾ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ സ്കൂൾ ഓഫ് ഫിഷ്, മത്സ്യങ്ങളുടെ കൂട്ടം. എ ബനാന, ഒരു ബനാന. എ ബഞ്ച് ഓഫ് ബനാനാസ്, ബനാനകളുടെ പഴങ്ങളുടെ കൂട്ടം. എ ഡോഗ്, ഒരു ഡോഗ്. എ പാക്ക് ഓഫ് ഡോഗ്, നായക്കൂട്ടം. അപ്പോൾ അവിടെ പാക്ക് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം. എ ഡാഷ് ഓഫ് പ്ലെയേഴ്സ്, കളിക്കാരുടെ കൂട്ടത്തിന് എന്ത് വാക്ക് വെച്ച് നമ്മൾക്ക് യൂസ് ചെയ്യാം? കളിക്കാരുടെ കൂട്ടം ടീം അല്ലേ? എ ടീം ഓഫ് പ്ലെയേഴ്സ്. നെക്സ്റ്റ് എന്താണ്? ചെമ്മരിയാട്ടിൻ കൂട്ടം അല്ലേ? എ ഡാഷ് ഓഫ് ഷീപ്പ്, ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിന് എങ്ങനെ യൂസ് ചെയ്യാം? എ ഹേർഡ് ഓഫ് ഷീപ്പ്. നെക്സ്റ്റ് താക്കോലുകൾ അല്ലേ? കീസ്. എ ഡാഷ് ഓഫ് കീസ്, എ ബഞ്ച് ഓഫ് കീസ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്.
താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നിങ്ങൾ ആ ഡോട്ട്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കളർ ഇറ്റ്, എന്നിട്ട് അതിന് കളറിങ് കൊടുക്കുക. അപ്പോൾ അതൊരു മെർമെയ്ഡിൻ്റെ പിക്ചറാണ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മെർമെയ്ഡിൻ്റെ പിക്ചറാണ് കിട്ടുക അല്ലേ. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. എന്നിട്ട് ആ മെർമെയ്ഡും ഗോൾഡ് ഫിഷും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ താഴെ എഴുതുക. നോക്കാം. അപ്പോൾ ഗോൾഡ് ഫിഷ് മെർമെയ്ഡിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കോൺവെർസേഷൻ എഴുതാം. മെർമെയ്ഡ് ഗോൾഡ് ഫിഷിനെ കാണുമ്പോൾ പറയുകയാണ്, ഹായ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ്, മെനി മോർ റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ പ്രിൻസസ് ജൂലിയ. Mermaid, thank you so much. Goldfish, I am really sorry I didn't bring any gifts for you. Mermaid, it's okay dear, no need of it. Let's begin the party and enjoy. നമുക്ക് ആസ്വദിക്കാം. Goldfish, thank you. നെക്സ്റ്റ് ഒരു പോയം അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഡു യു എൻജോയ് പ്ലേയിങ് വിത്ത് വാട്ടർ? നിങ്ങൾ വാട്ടറിൽ കളിക്കാറുണ്ടോ, വെള്ളത്തിൽ കളിക്കാറുണ്ടോ? ലെറ്റ്സ് റീഡ് എ പോയം. നമുക്കൊരു പോയം വായിക്കാം. വാട്ടർ. Turn on the tap and the water flows. Does anyone know where the water goes? നമ്മൾ ടാപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം ഒഴുകുന്നു അല്ലേ. അപ്പോൾ ഈ വെള്ളം എവിടത്തേക്കാണ് പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ? ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. നമ്മൾ ടാപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം വരുന്നുണ്ട്. ഡസ് എനിവൺ നോ വേർ ദ വാട്ടേഴ്സ് ഫ്രം? ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ? വാട്ടർ ഈസ് ക്ലീൻ ആൻഡ് വാട്ടർ ഈസ് കൂൾ. വാട്ടർ ക്ലീനുമാണ് കൂളുമാണ്. ലിവിങ് ഇൻ റിവേഴ്സ് ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. റിവേഴ്സിൽ ലിവ് ചെയ്യുന്നു അല്ലേ. ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്, മഴ പെയ്യുന്ന സമയത്ത് പൂൾസിൽ നിറയുന്നു. യെറ്റ് വാട്ടർ ക്യാൻ ട്രിക്കിൾ, എന്നാലും വെള്ളം കുറയും. ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ്, കിണറുകൾ പറ്റിപ്പോകും. ടിൽ ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ടു ഫിൽ ദ കപ്പ്, ഒരു കപ്പിൽ നിറക്കേണ്ട വെള്ളം പോലും ബാക്കി വയ്ക്കാതെ. കേറ്റ് കൂംസ് എഴുതിയ പോയമാണ്. വേർ ഡസ് ദ വാട്ടർ ഗോ? വെള്ളം എവിടേക്കാണ് പോകുന്നത്? വേർ ഈസ് ദ വാട്ടർ ഫ്രം? വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? വാട്ട് ഷാൽ വി ഡു വെൻ ദ വാട്ടർ ഈസ് ഗോൺ? നമ്മൾ എന്ത് ചെയ്യും വെള്ളം പോയി കഴിഞ്ഞാൽ? നെക്സ്റ്റ് ആക്ടിവിറ്റി 9 നോക്കാം. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വാരിയസ് പർപ്പസസ്. നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഹാംഫുൾ ആണ്, നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന വസ്തുക്കളാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഇവിടെ ഞാനൊരു മോഡൽ കാണിക്കാം. നിങ്ങൾ അതന്നെ വരക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റർ നിങ്ങൾക്ക് തയ്യാറാക്കാം. ആക്ടിവിറ്റി 10, ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. നമുക്കൊരു പേപ്പർ ഫിഷ് ഉണ്ടാക്കിയാലോ? ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പേപ്പേഴ്സ് 1 2 3 4 5 അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ. അതേ രീതിയിൽ നിങ്ങൾ ഫസ്റ്റിലൊരു പേപ്പർ എടുക്കുക, ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക, അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യുക. പേപ്പർ ഫിഷ് ഭംഗിയായിട്ട് എല്ലാവരും തയ്യാറാക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 11, റീഡ് ദ ഫോളോയിങ് പോയം. താഴെ കൊടുത്തിരിക്കുന്ന പോയം വായിക്കുക. കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. പോയം കംപ്ലീറ്റ് ചെയ്ത് വിട്ട ഭാഗത്ത് പൂരിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പിക്ചർ കാണുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലേ, വാട്ടറിനെ കുറിച്ചുള്ള പോയമാണല്ലേ. നമുക്ക് നോക്കാം. വാട്ടർ ഈസ് ഹിയർ. വാട്ടർ എവിടെയാണ്? ഇറ്റ്സ് സോ ഫ്രഷ് ആണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, കുന്നുകളിൽ നിന്ന് താഴോട്ട് ഒഴുകി പോകുന്നു. ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്, നമ്മളെ ത്രില്ലാക്കുന്നു അല്ലേ. നെക്സ്റ്റ് സ്റ്റാൻസ, വാട്ടർ ഈസ് ക്ലിയർ ആണ്. ഇറ്റ്സ് സോ നൈസ് ആണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, കുന്നുകളിൽ നിന്ന് താഴോട്ട് ഒഴുകി വരുന്നു. ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്, നമ്മളെ ത്രിൽസ് ആക്കുന്നു. നെക്സ്റ്റ് ലൈൻ അവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ 2 ലൈൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാൻസയിലുള്ളത് വാട്ടർ ഈസ് ഹിയർ ഇറ്റ്സ് സോ ഫ്രഷ്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ വാട്ടർ ഈസ് ക്ലിയർ, റൈമിങ് വേർഡ്സ് ആണല്ലേ. അപ്പോൾ അതുപോലെ വരുന്ന ഹിയർ ക്ലിയർ, നെക്സ്റ്റ് റൈമിങ് വേർഡ് നമ്മൾ കണ്ടെത്തുക. എങ്ങനെ എഴുതാം? വാട്ടർ ഈസ് പ്യുവർ. ഹിയർ ക്ലിയർ പ്യുവർ അല്ലേ. വാട്ടർ ഈസ് പ്യുവർ. ഇറ്റ്സ് സോ കൂൾ. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്. നെക്സ്റ്റ് സ്റ്റാൻസ ഇതുപോലെയുള്ള വേറൊരു റൈമിങ് വേർഡ് കണ്ടെത്താം. നിയർ കൊടുക്കാം അല്ലേ. വാട്ടർ ഈസ് നിയർ. ഇറ്റ്സ് സോ പ്രഷ്യസ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്. നെക്സ്റ്റ് ലൈൻ, വാട്ടർ ഈസ് അവേഴ്സ്. ഇറ്റ്സ് സോ സോഫ്റ്റ്. Flows down from hills, cheerses and thrills. Okay. Next activity 12. Write more expressions similar to the one given below.
താഴെ ഒരു എക്സ്പ്രഷൻ, അതായത് സ്റ്റാർ ഫിഷ് എക്സ്പ്രസ് ചെയ്യുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്റ്റാർ ഫിഷ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്? സോ എമ്മി, സോ ഡെലീഷ്യസ്, എന്തൊരു രുചികരം. അപ്പോൾ ഇതുപോലെ നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷൻസ് എഴുതാനാണ് പറഞ്ഞത്. ഇതുപോലെ വരുന്ന എക്സ്പ്രഷൻസ്, ഫീലിങ്സ് കാണിക്കുന്ന വേർഡ്സ് അതേ മോഡലിൽ റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്. അതുപോലെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? സോ നൈസ്, സോ ടേസ്റ്റി, സോ പ്രിറ്റി, സോ ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ്, റീഡ് ആൻഡ് റീജോയ്സ്. ദ ഹംഗ്രി കാറ്റർപില്ലർ, വിശക്കുന്ന കാറ്റർപില്ലർ, പുഴു. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ, ദർ വാസ് എ ലിറ്റിൽ എഗ് ഓൺ എ ലീഫ്, ഒരു ചെറിയൊരു മുട്ട ഒരു ലീഫിന് മുകളിൽ ഉണ്ടായിരുന്നു. ഓൺ സൺഡേ മോർണിംഗ്, ഒരു ദിവസം ഞായറാഴ്ച രാവിലെ, ദ വാം സൺ കെയിം അപ്പ്, ചൂടുള്ള സൂര്യൻ വന്നു. ഔട്ട് ഓഫ് ദ എഗ് കെയിം എ ടൈനി ആൻഡ് വെരി ഹംഗ്രി കാറ്റർപില്ലർ, ആ മുട്ട വിരിഞ്ഞ് ഒരു ചെറിയൊരു പുഴു. എങ്ങനെയുള്ള പുഴുവാണ്? വെരി ഹംഗ്രി കാറ്റർപില്ലർ, നല്ലവണ്ണം വിശക്കുന്ന ഒരു കാറ്റർപില്ലർ പുഴു പുറത്തേക്ക് വന്നു. ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്, അവൾ കുറച്ച് ഫുഡ് പരുതാൻ തുടങ്ങി. ഓൺ മൺഡേ, തിങ്കളാഴ്ച, ഷീ എയ്റ്റ് ത്രൂ വൺ ആപ്പിൾ, അവളൊരു ആപ്പിളിന് ഓട്ടയുണ്ടാക്കി. പുഴു അങ്ങനെയാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, ഓട്ടയുണ്ടാക്കി അതിൽ നിന്ന് എയ്റ്റ് ചെയ്തു, തിന്നു. ഓൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 2 പിയേഴ്സ്, അവൾ 2 പിയേഴ്സിന് ഓട്ടയുണ്ടാക്കി കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി, എന്നിട്ട് വിശപ്പ് പോയില്ല, ഇപ്പോഴും വിശപ്പുണ്ട്. ഓൺ വെനസ്ഡേ, ബുധനാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 3 പ്ലംസ്, 3 പ്ലംസ് ഓട്ടയുണ്ടാക്കി കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി, എന്നിട്ടും വിശപ്പ് പോയോ? ഇല്ല. ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 4 സ്ട്രോബെറീസ്, 4 സ്ട്രോബെറീസിന് ഓട്ടയുണ്ടാക്കി അതിലൂടെ ഭക്ഷണം കഴിച്ചു. ബട്ട് ഷി വാസ് സ്റ്റിൽ ഹംഗ്രി, എന്നിട്ടും വിശപ്പ് പോയില്ല. ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 5 ഓറഞ്ചസ്, 5 ഓറഞ്ചസിലൂടെ ഭക്ഷണം കഴിച്ചു. ഷി വാസ് സ്റ്റിൽ ഹംഗ്രി, എന്നിട്ടും വിശപ്പ് പോയില്ല. ഓൺ സാറ്റർഡേ, ശനിയാഴ്ച, ഷീ എയ്റ്റ്, അവളെന്ത് കഴിച്ചു? അവിടെ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സൊക്കെ കഴിച്ചു അല്ലേ. ഐസ്ക്രീം ഉണ്ട്, കേക്ക് ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിച്ചു. ദാറ്റ് നൈറ്റ് ഷീ ഹാഡ് എ സ്റ്റൊമക്ക് ഏക്ക്, അവൾക്ക് എന്ത് വന്നു? ഒരു വയറുവേദന വന്നു. ദ നെക്സ്റ്റ് ഡേ വാസ് സൺഡേ അഗെയിൻ, പിറ്റേ ദിവസം എന്തായിരുന്നു? ഞായറാഴ്ച ആയിരുന്നു അല്ലേ, വീണ്ടും ഞായറാഴ്ചയായി. ദ കാറ്റർപില്ലർ എയ്റ്റ് ത്രൂ 1 നൈസ് ഗ്രീൻ ലീഫ്, ഒരു നല്ല പച്ച ഇല കഴിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഫെൽറ്റ് മച്ച് ബെറ്റർ, അവൾക്ക് സുഖം തോന്നി അല്ലേ. അതായത് അവൾക്ക് കഴിക്കേണ്ട ഭക്ഷണം ആ ലീഫാണ് അല്ലേ, അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്ക് അവൾക്ക് വയറിന് ആശ്വാസം തോന്നി. വേണ്ടാത്തതൊക്കെ കഴിച്ചപ്പോൾ വയറിന് അസ്വസ്ഥത തോന്നി അല്ലേ. ഷി വാസ് ഇൻ ഹംഗ്രി എനിമോർ, പിന്നെ അവൾക്ക് വിശപ്പ് തോന്നിയതേയില്ല. ആൻഡ് ഷി വാസ് ഇൻ എ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ, ഷി വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ, പിന്നെ വലുതായി തടിച്ച പുഴുവായി മാറി. ഷീ ബിൽട്ട് എ സ്മോൾ ഹൗസ്, അവൾ ഒരു ചെറിയ വീടുണ്ടാക്കി. കോൾഡ് കൊക്കൂൺ, അതിനെയാണ് കൊക്കൂൺ എന്ന് വിളിക്കുന്നത്. അതായത് പൂമ്പാറ്റ ആകുന്നതിന് മുമ്പ് പുഴുവാണ് കാറ്റർപില്ലർ, അതിനെയാണ് പറയുന്നത് കാറ്റർപില്ലർ. പുഴുവായിട്ടാണ് ഉണ്ടാവുക, അത് താമസിക്കുക കൊക്കൂണിൻ്റെ അകത്താണ്. നമ്മൾ കറിവേപ്പിലയുടെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നോക്കിയാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം, പച്ച കളറിൽ. അതിനെയാണ് കൊക്കൂൺ എന്ന് വിളിക്കുന്നത്. കുറച്ച് കാലം അത് കൊക്കൂണിൻ്റെ അകത്ത് താമസിക്കും, അതിനുശേഷമാണ് പൂമ്പാറ്റയായിട്ട് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ഷീ സ്റ്റേഡ്, അപ്പോൾ ആ സമയത്ത് അത് ഭക്ഷണമൊന്നും കഴിക്കില്ല, അതിൻ്റെ അകത്ത് ഒന്നും കഴിക്കാതെ താമസിക്കും. ഷീ സ്റ്റേഡ് ഇൻസൈഡ് ഫോർ മോർ ദാൻ 2 വീക്സ്, 2 ആഴ്ചയിലധികം അതിൻ്റെ അകത്ത് താമസിച്ചു. ദെൻ ഷീ നിബിൾഡ് എ ഹോൾ ഇൻ ദ കൊക്കൂൺ, എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഈ കൊക്കൂണിന് ഒരു ഓട്ടയുണ്ടാക്കി. പുഷ്ഡ് ഹെർ വേ ഔട്ട്, എന്നിട്ട് പുറത്തേക്ക് വഴി കണ്ടെത്തി. ആൻഡ് ഷീ ബിക്കെയിം എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, അങ്ങനെ അവളൊരു ബട്ടർഫ്ലൈ ആയി മാറി. ഓക്കെ, ഇനി യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 5 അതിൻ്റെ ലെസൺ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും ഒക്കെ ക്ലാസ് 3 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. കൂടാതെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക, നന്നായി പഠിച്ചു വളരുക. ഓക്കെ, ബൈ.